വാർത്തകൾ വിശദമായി. മെഡിക്കൽ ദന്തൽ ഏകീകൃത പ്രവേശന പരീക്ഷ നീറ്റിനെതിരെ വിവിധ സംസ്ഥാനങ്ങൾ ഇന്ന് സുപ്രീം കോടതിയെ സമീപിക്കും. ഈ അധ്യയന വർഷം നീറ്റ് പ്രാബല്യത്തിൽ വരുത്തരുതെന്നാണ് പ്രധാന ആവശ്യം. സംസ്ഥാനങ്ങളുടെ പ്രവേശന പരീക്ഷ അസാധുവാക്കരുതെന്നും ആവശ്യമുണ്ട്. കർണാടകയും മഹാരാഷ്ട്രയും സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ച ആവശ്യം ഉന്നയിക്കും. കേരളവും അപേക്ഷ നൽകണമോ എന്ന കാര്യം പരിഗണിക്കും. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. കേസിൽ സുപ്രീം കോടതി ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വാദം കേൾക്കും. ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ചാണ് വാദം കേൾക്കുക. എല്ലാ മതവിശ്വാസവും ഒരുപോലെയല്ലെന്നാണ് ദേവസ്വം ബോർഡിന്റെ വാദം. ആർത്തവമാണോ സ്ത്രീ ശുദ്ധിയുടെ മാനദണ്ഡമെന്ന് കോടതി നേരത്തെ ചോദിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് വലിയ മുൻതൂക്കമില്ലെന്ന എ.കെ. ആന്റണിയുടെ പ്രസ്താവന ശരിവച്ച് വക്കം പുരുഷോത്തമൻ. സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ ചിലർ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കിയത് തിരിച്ചടിയായി. കോൺഗ്രസിലെ മുറിവ് ഇനിയും ഉണങ്ങിയിട്ടില്ലെന്നും വക്കം പീപ്പിൾ ടിവിയോട് പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് മുമ്പുണ്ടായിരുന്ന മേൽക്കൈ യുഡിഎഫിന് ഇപ്പോഴില്ലെന്ന് വക്കം പുരുഷോത്തമൻ തുറന്നടിച്ചു. ദില്ലി ചർച്ചകൾ തിരിച്ചടിയുണ്ടാക്കി. 2 ആഴ്ചയ്ക്ക് മുമ്പായിരുന്നെങ്കിൽ ഞാൻ യുഡിഎഫ് വീണ്ടും അധികാരത്തിൽ വരുന്നതും തറപ്പിച്ച് പറയുമായിരുന്നു. കുറേ ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സി എല്ലാം വന്നു അതിനിടയിൽ. അതൊന്നും കുറേയൊക്കെ അവോയ്ഡ് ചെയ്യുകയും ചെയ്യാമായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലും KPCC അധ്യക്ഷനും പാർട്ടി നേതാക്കളുമായുണ്ടായിട്ടുള്ള തർക്കത്തിലെ മുറിവുകൾ ഉണങ്ങിയിട്ടില്ല. വിവാദങ്ങൾ അനാവശ്യമായിരുന്നുവെന്നും വക്കം പറയുന്നു. ഒഴിവാക്കാവുന്ന പല കാരണങ്ങളാൽ ഞാനത് തടുപ്പിച്ച് പറയുന്നില്ല. അത് ഞാൻ പറഞ്ഞതിൻ്റെ അതിൽ പലതും ഉൾപ്പെടും. സാർ, അത് കഴിഞ്ഞിട്ട് ദിവസങ്ങൾ ഇത്രയായി, ആ മുറി ഉണങ്ങിയോ? ഇനിയും 15 ദിവസം കിടക്കല്ലേ. മുന്നണികൾ ഒപ്പത്തിനൊപ്പമാണെന്ന ആന്റണിയുടെ നിലപാടിനോട് യോജിപ്പാണ്. പടലപ്പിണക്കങ്ങൾ മാറ്റിവെച്ച് ഇനിയുള്ള 15 ദിവസം പ്രചാരണത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് വക്കത്തിന്റെ മുന്നറിയിപ്പ്. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. AICC അംഗം ഷാഹിദ കമാൽ CPIMലേക്ക്. ന്യൂനപക്ഷ വനിതകൾക്ക് കോൺഗ്രസിൽ കടുത്ത അവഗണനയെന്ന് ഷാഹിദ കമാൽ പറഞ്ഞു. കൊല്ലം ചവറയിലെ CPIM വേദിയിൽ ഷാഹിദ കമാൽ പ്രസംഗിച്ചു. നാടകീയമായിട്ടായിരുന്നു ഷാഹിദ കമാലിന്റെ പാർട്ടി മാറ്റം. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്ത ചവറയിലെ LDF സ്ഥാനാർത്ഥി വിജയൻപിള്ളയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനായിരുന്നു വേദി. ആദ്യം കോടിയേരി എത്തി. തൊട്ടുപിന്നാലെ പ്രകടനവുമായി ഷാഹിദയും സംഘവും ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് കടന്നുവന്നു. സംസ്ഥാനത്തെ അഖിലേന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവായ AICC മെമ്പറായ, ഇപ്പോൾ AICC മെമ്പറും KPCC എക്സിക്യൂട്ടീവുമായ ഷാഹിദ കമാൽ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഷാഹിദ കമാലിനെയും പ്രാദേശിക കോൺഗ്രസ് നേതാവായ ഡോക്ടർ രാമഭദ്രൻ ഉൾപ്പെടെയുള്ളവരെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു. CPIMലെത്തിയ ഷാഹിദ കോൺഗ്രസ് പാർട്ടിയെയും ഉമ്മൻചാണ്ടി സർക്കാരിനെയും രൂക്ഷഭാഷയിൽ വിമർശിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും മത്സരിച്ചിട്ടുള്ള ഷാഹിദ കഴിഞ്ഞ കുറച്ചു കാലമായി കോൺഗ്രസുമായി അകന്നു കഴിയുകയായിരുന്നു. അഴീക്കോട് മണ്ഡലത്തിലെ നാറാത്തു നിന്നും 15 ലീഗ് പ്രവർത്തകർ LDFലേക്ക്. നികേഷ് കുമാറിന് നൽകിയ സ്വീകരണ ചടങ്ങിൽ CPIM 15 പേർക്കും സ്വീകരണം നൽകി. ന്യൂനപക്ഷ സംരക്ഷണം CPIMനെ സാധ്യമാവൂ എന്ന വിശ്വാസത്തിലാണ് പാർട്ടി മാറുന്നതെന്ന് സ്വീകരണ ചടങ്ങിന് ശേഷം CPIMലേക്ക് മാറിയവർ പറഞ്ഞു. അഴീക്കോട് മണ്ഡലത്തിലെ നാറാത്തു നിന്നും 15 ലീഗ് പ്രവർത്തകരാണ് CPIMലേക്ക് മാറിയത്. ഇവർക്ക് അഴീക്കോട് മണ്ഡലം LDF സ്ഥാനാർത്ഥി MV നികേഷ് കുമാറിന്റെ പൊതുയോഗത്തിൽ CPIM സ്വീകരണം നൽകി. CPIM ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ്
തങ്ങൾ CPIMലേക്ക് വരുന്നതെന്ന് CPIMലേക്ക് മാറിയ ലീഗ് പ്രവർത്തകൻ ഷംനാസ് പറയുന്നു. ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ചെറുത്തു നിൽക്കാൻ വേണ്ടി ഇപ്പോൾ CPIMനെ കഴിയുന്നുള്ളൂ. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി എവിടെയും ഏത് വിധേയനും നിൽക്കുന്നത് CPIM എന്ന പാർട്ടിയാണ്. ഇപ്പോൾ നടന്ന ബീഫ് ഫെസ്റ്റ് നടത്തിയതും എല്ലാ ഭാഗത്തും ബീഫ് ഫെസ്റ്റ് നടത്തിയതും അതുപോലെ തന്നെ ജാനുവൽ കനയ്യകുമാറിന് വേണ്ടി എല്ലാവിധ സപ്പോർട്ടുകളും നൽകിയതും ഈ പാർട്ടി തന്നെയായിരുന്നു. അതുപോലെ എല്ലാ സമയത്തും എല്ലാവർക്കും ഭൂരിപക്ഷങ്ങൾക്കായാലും ന്യൂനപക്ഷങ്ങൾക്കും എപ്പോഴും സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി കേരളത്തിലല്ല എവിടെയാലും തരുന്നത് CPIM ഈ പാർട്ടിയാണ്. വളപട്ടണം പഞ്ചായത്തിലെ നാറാത്ത് ലീഗ് കേന്ദ്രമെന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടെ 3 സീറ്റുകൾ പഞ്ചായത്തിലും 1 സീറ്റ് ബ്ലോക്ക് പഞ്ചായത്തിലും നേടി CPIM ചരിത്രം മാറ്റിക്കുറിച്ചു. വീണ്ടും നാറാത്ത് മാറുകയാണ്. ഷംനാസ് അടക്കമുള്ള ലീഗ് പ്രവർത്തകരുടെ CPIMലേക്കുള്ള വരവും സൂചിപ്പിക്കുന്നത് പുതിയ തലമുറയുടെ മാറ്റമാണ്. ഇത് അഴീക്കോട് മണ്ഡലത്തിൽ ആകെ ബാധിച്ച മാറ്റത്തിന്റെ സൂചനയാണ് നൽകുന്നതും. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പരിസ്ഥിതി സൗഹാർദ്ദ പ്രചാരണവുമായി എറണാകുളത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് M. അനിൽകുമാർ തനിക്ക് വേണ്ടി സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ മാറ്റി പകരം തുണി കൊണ്ടുള്ള ബോർഡുകൾ സ്ഥാപിക്കുകയാണ് സ്ഥാനാർത്ഥിയും പ്രവർത്തകരും. മറ്റ് രാഷ്ട്രീയ പാർട്ടികളും പരിസ്ഥിതി സൗഹാർദ്ദ പ്രചാരണം മാതൃകയാക്കണമെന്നാണ് അനിൽകുമാറിന്റെ അഭിപ്രായം. തിരഞ്ഞെടുപ്പ് അന്തിമഘട്ടത്തിലെത്തിയപ്പോഴാണോ ഫ്ലെക്സ് ബോർഡുകൾ ഒഴിവാക്കാൻ തോന്നിയതെന്ന സ്വാഭാവിക ചോദ്യത്തിനുള്ള മറുപടി എറണാകുളത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് M. അനിൽകുമാർ തന്നെ പറയും. അല്ലത് അവസാന ഘട്ടത്തിലല്ല. അതായത് ഞങ്ങളിത് നേരത്തെ തന്നെ ഇത്തരത്തിലൊരു പ്രവർത്തനത്തെ സംബന്ധിച്ച് ആലോചിച്ചിരുന്നു. സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ ഒരുപാട് ഫ്ലെക്സ് ബോർഡുകൾ വന്നു കഴിഞ്ഞു. സ്വാഭാവികമായും ഞാനിപ്പോൾ ആ ഫ്ലെക്സ് ബോർഡുകളൊക്കെ ആ സമയത്ത് മാറ്റണമെന്ന് പറഞ്ഞാൽ നമുക്ക് പകരം വയ്ക്കാൻ ബോർഡുകളില്ല. എന്ത് പകരം വയ്ക്കും എന്നുള്ള ചോദ്യമൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പടുകൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ തലങ്ങും വിലങ്ങും വെച്ച് തിരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുപ്പിക്കുമ്പോൾ എടുത്ത ഈ തീരുമാനം വെല്ലുവിളിയല്ലേ? തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിൽ ഞങ്ങൾ എടുക്കുന്ന ഈ തീരുമാനം ഞങ്ങളെ തന്നെ ബാധിക്കാൻ സാധ്യതയുള്ള ഏറ്റവും റിസ്കിയായ ഒരു കാര്യമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 3 സ്ഥാനാർത്ഥികളെ താരതമ്യം ചെയ്യുമ്പോൾ ഒരാൾ സിറ്റിംഗ് MLA ആണ്. അദ്ദേഹത്തിൻ്റെ മുഖം ആരെയും കൊണ്ടുവന്ന് പുതിയതായി കാണിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാകും എത്ര ബോർഡുകളുണ്ട്. ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല. എത്ര ഫ്ലെക്സ് ബോർഡ് ഉണ്ട്, എത്ര പണം ചെലവഴിക്കപ്പെടുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. കലൂർ കത്രിക്കടവിലെ ഫ്ലെക്സ് ബോർഡുകൾ മാറ്റി തുണി കൊണ്ടുള്ള ബോർഡുകൾ സ്ഥാപിച്ചാണ് പരിസ്ഥിതി സൗഹാർദ്ദ പ്രചരണത്തിന് അഡ്വക്കേറ്റ് M. അനിൽകുമാറും പ്രവർത്തകരും തുടക്കം കുറിച്ചിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ എറണാകുളം മണ്ഡലത്തിലാകെ ഈ പ്രവർത്തനം വ്യാപിപ്പിക്കും. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പലരും ഒഴുക്കുന്ന പണത്തെപ്പറ്റിയും അത് എത്രയാകാമെന്നും എവിടെ നിന്ന് വരുന്നു എന്നതടക്കമുള്ള ചർച്ചകൾ ഇതുവഴി ജനങ്ങളിൽ സജീവമാകട്ടെ എന്നുമാണ് എറണാകുളത്തെ ഇടതു സ്ഥാനാർത്ഥിയുടെ അഭിപ്രായം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വാർത്തയിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പത്തനംതിട്ട ജില്ലാ ഭരണകൂടം ഹരിത തെരഞ്ഞെടുപ്പായാണ് നടപ്പിലാക്കുന്നത്. പ്ലാസ്റ്റിക്കിന്റെയും മറ്റും ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നതിനപ്പുറം വോട്ടിംഗ് ശതമാനം കൂട്ടുക എന്ന ഒരു ലക്ഷ്യം കൂടി ഇതിനു പിന്നിലുണ്ട്. 2011 വോട്ടിംഗ് ശതമാനം കുറഞ്ഞ പത്തനംതിട്ട ജില്ലയിൽ പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിലെത്തിക്കാൻ മാതൃക പോളിംഗ് സ്റ്റേഷനും കളക്ടറേറ്റിൽ സ്ഥാപിച്ചിട്ടുണ്ട്. CPIMന്റെ ഓൺലൈൻ വഴിയുള്ള സംഭാവന ശേഖരണത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടന്നു. നാടിന്റെ നന്മയ്ക്ക് നിങ്ങളുടെ സംഭാവന എന്ന ലക്ഷ്യത്തോടെയുള്ള ഓൺലൈൻ സംവിധാനത്തിന്റെ ഉദ്ഘാടനം EMSന്റെ പുത്രി ഡോക്ടർ മാലതി നിർവഹിച്ചു. കോർപ്പറേറ്റുകളുടെയും കള്ളപ്പണക്കാരുടെയും സംഭാവന വേണ്ടെന്ന് വെച്ച CPIM സംഭാവന സ്വീകരിക്കുന്നത് സുതാര്യമാക്കാനാണ് ഓൺലൈൻ സംവിധാനം കൊണ്ടുവന്നത്. www.cpimkerala.org എന്ന വിലാസത്തിലൂടെ ഇനി മുതൽ ആർക്കും CPIMന് സംഭാവന നൽകാം. നാടിന്റെ നന്മയ്ക്ക് നിങ്ങളുടെ സംഭാവന എന്നതാണ് ഓൺലൈൻ സംവിധാനത്തിന്റെ മുദ്രാവാക്യം. ഓൺലൈൻ സംഭാവന ശേഖരണത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം EMSന്റെ പുത്രി ഡോക്ടർ മാലതി നിർവഹിച്ചു. AKG സെന്ററിൽ നടന്ന ചടങ്ങിൽ തന്റെ പെൻഷൻ തുകയിൽ നിന്ന് 10,000 രൂപയാണ് ഡോക്ടർ മാലതി സംഭാവനയായി നൽകിയത്. ഓൺലൈൻ സംവിധാനം അമൂല്യമാണെന്ന് പറഞ്ഞ ഡോക്ടർ മാലതി പഴയകാല തെരഞ്ഞെടുപ്പ് ഓർമ്മകളും പങ്കുവച്ചു. അന്നത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ അന്ന് ഫ്ലെക്സ് പോട്ടെ കമ്പ്യൂട്ടർ പോട്ടെ ഒന്നുമില്ല. ഈ മൈക്രോഫോൺ പോലും ഇല്ല. ഈ മെഗാഫോൺ ഉപയോഗിച്ചിട്ടാണ് അന്ന് പാർട്ടികൾ പ്രചരണം നടത്തിയിരുന്നത്. നിങ്ങൾക്കൊന്നും ഇപ്പോൾ ആലോചിക്കാൻ പോലും പറ്റില്ല അങ്ങനെ ഒരു സ്ഥിതി. പിന്നെ ഓട്ടോറിക്ഷയോ കാറോ ജീപ്പോ ഒന്നുമില്ല. പല വിധത്തിൽ നടന്നിട്ടും കാളവണ്ടിയിൽ പോയിട്ടും ഒക്കെയാണ് പ്രചരണം നടത്തിയിരുന്നത്. കാളവണ്ടിയുടെ പുറത്ത് സ്റ്റിക്കർ ഇത് നോട്ടീസ് ഒട്ടി വെച്ചിട്ടാണ് പ്രചരണം നടത്തിയിരുന്നത്. നെറ്റ് ബാങ്കിംഗ്, ഡെബിറ്റ് കാർഡ്സ്, ക്രെഡിറ്റ് കാർഡ് എന്നീ സംവിധാനങ്ങൾ ഉപയോഗിച്ച് എവിടെ നിന്നും ആർക്കും ഓൺലൈനായി സംഭാവന നൽകാവുന്നതാണ്. CPIMന്റെ ഓൺലൈൻ സംവിധാനത്തിലൂടെ 20,000 രൂപയാണ് ഒരാൾക്ക് പരമാവധി സംഭാവന നൽകാൻ സാധിക്കുക. AKG സെന്ററിൽ നടന്ന ചടങ്ങിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടമാനന്ദൻ, CP നാരായണൻ MP, ദേശാഭിമാനി അസോസിയേറ്റ് എഡിറ്റർ PM മനോജ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
വിദേശ മലയാളികൾ അടക്കമുള്ളവർ CPIM ഫണ്ടിലേക്ക് സംഭാവന ചെയ്യണമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി അഭ്യർത്ഥിച്ചു. ഇന്ത്യൻ വംശജരായിട്ടുള്ള ഇന്ത്യക്ക് പുറത്തുള്ളവർക്കും ഇന്ത്യൻ പൗരന്മാർക്കും ഇനി മൊബൈൽ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ടും കമ്പ്യൂട്ടർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടും CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് സംഭാവന അയക്കാനുള്ള ഒരു സാങ്കേതികവിദ്യ ഇപ്പോൾ വികസിപ്പിച്ച് എടുത്തിരിക്കുകയാണ്. CPIMKerala.org ഇതാണ് CPIMൻ്റെ വെബ്സൈറ്റിൻ്റെ വിലാസം. ഈ വിലാസം ഉപയോഗിച്ചുകൊണ്ട് ഈ പരിപാടി കാണുന്ന നമ്മുടെ നാടിൻ്റെ നന്മയെ സ്നേഹിക്കുന്ന എല്ലാവരും CPIMൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നിങ്ങളാലായ സംഭാവന അയക്കണം എന്ന് എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. തന്റെ ഒരു മാസത്തെ പെൻഷൻ CPIMന്റെ ഓൺലൈൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്നതായി ശാരദ ടീച്ചർ വ്യക്തമാക്കി. ഈ വയസ്സുകാലത്ത് എനിക്ക് കിട്ടുന്ന പെൻഷൻ, എനിക്ക് മാസം എൻ്റെ ടീച്ചറായ എനിക്ക് കിട്ടുന്ന പെൻഷൻ 18,903 രൂപ. ഞാൻ വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ അധ്വാനിക്കുന്നവൻ്റെ പാർട്ടി എന്നും അധ്വാനിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്. അങ്ങനെയുള്ള ആ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ഞാൻ എൻ്റെ പെൻഷൻ തുക, ഒരു മാസത്തെ പെൻഷൻ തുക സംഭാവന ചെയ്യും. പെരുമ്പാവൂരിൽ ജിഷയുടെ കൊലപാതകം ഒരു തുമ്പും ലഭിക്കാതെ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു. സംഭവം നടന്ന 5 ദിവസം പിന്നിട്ടിട്ടും പ്രതികളെപ്പറ്റി പോലീസിന് യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല. പെരുമ്പാവൂരിൽ നടന്നത് ദില്ലി മോഡൽ ബലാത്സംഗം ചെയ്തുള്ള കൊലപ്പെടുത്തലാണെന്നാണ് ആരോപണം. കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? സോമി, ഏപ്രിൽ 28-നാണ് ഈ സംഭവം നടക്കുന്നത്. അതിക്രൂരമായാണ് നിയമ വിദ്യാർത്ഥിനിയായ ജിഷ അന്ന് കൊല്ലപ്പെട്ടത്. ബലാത്സംഗം ചെയ്യപ്പെട്ട ശേഷം അതിക്രൂരമായി മർദ്ദനമേൽക്കുകയും തുടർന്ന് മരണം സംഭവിക്കുകയുമായിരുന്നു. ഈ സംഭവം നടന്ന് ഇന്നേക്ക് 5-ാം ദിവസമായിട്ടും പോലീസിന് ഇത് സംബന്ധിച്ച് യാതൊരു തുമ്പും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. പോലീസ് 2 സ്ക്വാഡായിട്ട് അന്വേഷിക്കുന്നുണ്ട്. പെരുമ്പാവൂർ സിയുടെ നേതൃത്വത്തിലും അതുപോലെ കുറുപ്പമ്പടി സിയുടെ നേതൃത്വത്തിലും 2 സ്ക്വാഡ് രൂപീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. പെരുമ്പാവൂർ DYSP ആണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത്. എന്നാൽ സംഭവം നടന്ന 5-ാം ദിവസമായിട്ടും പോലീസിന് യാതൊരു തുമ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇത് ദില്ലി മോഡൽ കൊലപാതകമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. കാരണം ബലാത്സംഗം ചെയ്യപ്പെട്ട ശേഷം അതിക്രൂരമായി, അതായത് മുഖത്ത് അതിശക്തമായ മർദ്ദനമേൽപ്പിക്കുകയും കുടൽ വരെ പുറത്തു വന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അത്രയും അതിക്രൂരമായ ബലാത്സംഗവും അതിനുശേഷവും കൊലപാതകം ചെയ്യുകയുമാണ് ഉണ്ടായത്. ഇത്രയും ഗൗരവമായ സംഭവം നടന്നിട്ടും പോലീസ് ഇത് സംബന്ധിച്ച കൃത്യമായ രീതിയിലല്ല അന്വേഷണം നടക്കുന്നത് എന്നുള്ള ആരോപണം ഉയർന്നു കഴിഞ്ഞു. പ്രത്യേകിച്ച് അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ ഈ കേസിൽ സംശയിക്കുന്നുണ്ട്. ഇതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് ലഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും ഇത്രയും ഗൗരവമായ സംഭവമായിട്ട് മാത്രമല്ല ഇത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട എന്നുള്ളൊരു നിർദ്ദേശം കൂടി പോലീസിന് ലഭിച്ചതായാണ് വിവരം. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലമാണ്, അതുകൊണ്ട് തന്നെ ഇത് ഒരു വലിയ വിവാദമാക്കേണ്ടതില്ല, ഇതിന് വലിയ ചർച്ചയാക്കേണ്ടതില്ല എന്ന നിർദ്ദേശം കൂടി പോലീസിന് ലഭിച്ചിരിക്കുന്നു. എന്തായാലും 5 ദിവസമായിട്ടും യാതൊരു തുമ്പും ലഭിക്കാതെ ഇഴഞ്ഞു നീങ്ങുന്ന അന്വേഷണത്തിനെതിരെ പോലീസിനെതിരെ ഇതിനകം വലിയ വിമർശനമാണ് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നത്. സോമി. ഉമേഷ്, ഈ പറയുന്നത് പോലെ തന്നെ ദുരൂഹ സാഹചര്യത്തിലുള്ള ഒരു മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് അന്വേഷണം പുരോഗമിക്കേണ്ടതും. എന്നാൽ ഈ അന്വേഷണം ഇപ്പോൾ ഇഴഞ്ഞു നീങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഏതെങ്കിലും തരത്തിൽ വരുന്നുണ്ടോ? പോലീസ് വ്യക്തമാക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പെരുമ്പാവൂർ DYSPക്കാണ് ഇതിന്റെ അന്വേഷണ ചുമതല. ഇതിന് കീഴിൽ DYSPയുടെ കീഴിൽ 2 സ്ക്വാഡായി രൂപീകരിച്ചിട്ടുണ്ട്. കുറുപ്പമ്പടി സിയുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡും പെരുമ്പാവൂർ സിയുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡും. ഈ മരണം നടന്ന ശേഷം ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി സംശയമുള്ളവരെല്ലാം പോലീസ് ചോദ്യം ചെയ്യുകയും അത്തരത്തിലുള്ള നടപടികൾ സ്വാഭാവികമായും ഉണ്ടാകേണ്ട നടപടികളെല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ കൂടുതൽ ശക്തമായ അന്വേഷണം, പ്രത്യേകിച്ച് അന്യസംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടക്കേണ്ടതാണ്. മറ്റൊരു പ്രതിസന്ധി ഉള്ളത് അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖല കൂടിയാണ് പെരുമ്പാവൂർ. അതുകൊണ്ട് തന്നെ ഇവരുടെ കൃത്യമായ വിവരങ്ങളോ അല്ലെങ്കിൽ കൃത്യമായ തിരിച്ചറിയൽ കാർഡുകളോ ഇല്ലാതെ തന്നെ താമസിക്കുന്ന നിരവധി പേർ പെരുമ്പാവൂരിലുണ്ട്. അതുകൊണ്ട് പെരുമ്പാവൂരിൽ നിയമ വിദ്യാർത്ഥിനി ജിഷയുടെ കൊലപാതകം നടന്ന ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഒരു തുമ്പും ലഭിക്കാതെ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു. സംഭവം നടന്ന 5 ദിവസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. പ്രതികളെപ്പറ്റി പോലീസിന് യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല. വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്.
1.5 പതിറ്റാണ്ടായി മട്ടുപ്പാവ് കൃഷിയിൽ വിജയഗാഥ രചിക്കുകയാണ് എറണാകുളം സ്വദേശി ARS വാദ്യാർ. സ്വന്തം വീടിന്റെ ടെറസിൽ പച്ചക്കറി മാത്രമല്ല മാവും തെങ്ങും നെല്ലിമരവും എല്ലാം വിളയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ജൈവകൃഷിയുടെ പ്രചാരകൻ കൂടിയായ വാദ്യാർ. ചേമ്പും ചേനയും പാവലും വിളഞ്ഞു നിൽക്കുന്ന പച്ചക്കറിത്തോട്ടം, നാരകപ്പന്തലും മുന്തിരിത്തോപ്പും വകഞ്ഞുമാറ്റി ചെന്നാലെത്തുന്നത് 4 ആൾ പൊക്കത്തിൽ വളർന്നു നിൽക്കുന്ന തെങ്ങിൻ ചുവട്ടിൽ. തൊട്ടപ്പുറത്ത് തന്നെ വാഴത്തോപ്പ്, അരികെ ഒരു താമരക്കുളം. തീർന്നില്ല, മാവ്, ചാമ്പമരം, നെല്ലിമരം, ഇങ്ങനെ പോകുന്നു ARS വാദ്യാരുടെ മട്ടുപ്പാവിലെ ഹരിതാഭമാർന്ന കാഴ്ചകൾ. 2000 മുതൽ വാദ്യാരുടെ മട്ടുപ്പാവ് ജൈവ പച്ചക്കറിയുടെ വിളഭൂമിയാണ്. ശരിക്കും ഇഷ്ടി കൊണ്ട് തടങ്ങളുണ്ടാക്കി അതിൻ്റെ അകത്ത് നമ്മൾ മണ്ണ്, നാടൻ മണ്ണ്, ചെമ്മണ്ണ്, ചകിരിച്ചോറ്, കപ്പലണ്ടി പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, ചാണകം, ഇതൊക്കെ കൂടി ഒരു പ്രൊപ്പോർഷനായിട്ട് ശരിക്കും മിക്സ് ചെയ്ത് ഫില്ല് ചെയ്തതിന് ശേഷം തുടങ്ങി. ഒരു 3 മാസത്തിനുള്ളിൽ വലിയ വലിയ പടവലങ്ങയും പീച്ചിങ്ങയും ചീരയൊക്കെ കൊണ്ട് അച്ഛന് കാഴ്ചവെച്ചപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ARS വാദ്യാരുടെ നേതൃത്വത്തിൽ സർക്കാരിൻ്റെ സഹകരണത്തോടെ കൊച്ചിയിലെ 5000 വീടുകളിൽ ജൈവകൃഷി തുടങ്ങിയിട്ടുണ്ട്. 30 വർഷമായി കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മേധാവിയായി തുടരുന്ന വാദ്യാർ ഔദ്യോഗിക ജോലിക്ക് പുറമെ ഒരു വലിയ സമയം അത്രയും കൃഷിക്ക് വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. പറമ്പിൽ കൃഷി ചെയ്യാൻ പോലും പലരും മടിക്കുന്ന ഇക്കാലത്താണ് കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി എഞ്ചിനീയറായ ഈ കർഷകൻ മട്ടുപ്പാവ് കൃഷിയിൽ വിജയഗാഥ തുടരുന്നത്. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ ജയപ്രകാശിനൊപ്പം KM ഉമേഷ്. ഇനി മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ബംഗളൂരുവിൽ LDFന്റെ കൺവെൻഷൻ നടന്നു. DYFI നേതാവ് PA മുഹമ്മദ് റിയാസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ ആദായനികുതി റിട്ടേൺസ് അടയ്ക്കുന്നത് രാജ്യത്തിന്റെ ജനസംഖ്യയുടെ 1% മാത്രമെന്ന റിപ്പോർട്ട്. സർക്കാർ പുറത്തുവിട്ട 2012-13 സാമ്പത്തിക വർഷത്തിലെ നികുതി സംബന്ധിച്ച വിവരങ്ങളിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് കനത്ത ചൂട് 2 ദിവസം കൂടി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇറാഖിൽ ഷിയ നേതാവ് മുഖ്താദ അൽ സാദറിന്റെ അനുയായികൾ നടത്തിക്കൊണ്ടിരുന്ന പാർലമെന്റ് ആക്രമണം അവസാനിപ്പിച്ചു.